എപ്പോഴാണ് ഒരു വ്യക്തിയെ ജീവിതത്തിൽ നിന്ന് പോകാൻ അനുവദിക്കേണ്ടത്? അതായത് ആ വ്യക്തിയെ നഷ്ടപ്പെടുത്തേണ്ട സമയം എപ്പോഴാണ്? ചില ലക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു എഫേർട്ടും എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിലാണ്. രണ്ടാമത്തേത്, നിങ്ങളൊരു സ്പെഷ്യൽ പേഴ്സൺ ആണ്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്രമേൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന തോന്നൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കുമ്പോൾ. മൂന്ന്, നിങ്ങൾക്ക് എപ്പോഴും പരാതികളും വഴക്കും അത്തരത്തിലുള്ള ടെൻഷൻസും മാത്രമേ ഉള്ളൂ. സമാധാനം എന്ന് പറയുന്നത് ഈ വ്യക്തിക്കൊപ്പം കിട്ടുന്നില്ല. മെന്റലി ഡ്രെയിൻഡ് ആയി അല്ലെങ്കിൽ ഇമോഷണലി അബ്യൂസ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ വ്യക്തിയെ വിട്ട് കളഞ്ഞേക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് മറ്റു സന്തോഷങ്ങൾക്കും അവരുടെ സൗഹൃദങ്ങൾക്കും എൻജോയ്മെന്റ്സിനും ഒക്കെ സമയമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് മാത്രമാണ് അവർ പരിഗണന തരുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ വ്യക്തിയെ വിട്ടുകളയാൻ സമയമായിരിക്കുന്നു. ആ വ്യക്തിയെ പോകാൻ അനുവദിക്കേണ്ട സമയമായിരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തമായ ഒരു ധാരണയും ഇല്ലാതെ നിങ്ങൾ ഉത്കണ്ഠാകുലരാകുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഭാവിയും ഇല്ലാത്ത ഒരു ബന്ധത്തിലാണ് നിങ്ങൾ ഇത്രയൊക്കെ മാനസിക ബുദ്ധിമുട്ട് സഹിച്ച് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ തുടരേണ്ട ആവശ്യമില്ല. ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ അനുവദിക്കണം. പിന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇനി ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിലോ പിന്നെ ആ വ്യക്തിയുമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇത്തരം സാഹചര്യങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ വിട്ടുകളയാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ അനുവദിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നത് സത്യമാണ്.